ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വർക്ക് എനർജി ആൻഡ് പവർ എന്ന ചാപ്റ്ററിലെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ് എന്ന ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. അതായത് ഒരു സ്പ്രിങ് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു സ്പ്രിങ്ങിൽ ഒരു ബോഡി അറ്റാച്ച് ചെയ്ത് നോർമലായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്രയും x = 0 ആണ്. അതിന് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇല്ല, അത് സ്പ്രിംഗ് ഫോഴ്സ് ഇല്ല. ഓക്കെ ആണോ? ഇനി ഇതിനെ ഈ ഒരു കേസിനെ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങോട്ട് വെച്ചു. സ്ട്രെച്ച് ചെയ്ത് x ഡിസ്പ്ലേസ്മെന്റ് ചെയ്ത് ഈ ഒരു ബോഡിനെ ഇങ്ങോട്ട് വെച്ചു. അപ്പോൾ എന്തുണ്ടാവും? ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അത് ഒരു സ്പ്രിംഗ് ഫോഴ്സ് ഉണ്ടാവും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ടാവില്ലേ? സോ ഇവിടെ ഉണ്ടാകുന്ന സ്മാൾ വർക്ക് എത്രയാണ്? സ്മാൾ വർക്ക് dw = F.dx അല്ലെ? F.dx. ഓക്കെ, ഇനി ടോട്ടൽ വർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഇന്റഗ്രൽ dw ടോട്ടൽ വർക്ക് കിട്ടൂലേ? ടോട്ടൽ വർക്ക് ഇന്റഗ്രൽ dw ചെയ്താൽ പോരെ? ഓക്കെ, അപ്പൊ ടോട്ടൽ വർക്ക് ഇന്റഗ്രൽ F.dx. ഇന്റഗ്രൽ F.dx എവിടെ മുതൽ ഏത് വരെ? അതായത് 0 മുതൽ x ഡിസ്പ്ലേസ്മെന്റ് അല്ലേ നമ്മൾ നടത്തിയത്? 0 മുതൽ x ഡിസ്പ്ലേസ്മെന്റ് അല്ലേ നമ്മൾ നടത്തിയത്? സോ ടോട്ടൽ വർക്ക് ഇന്റഗ്രൽ 0 to x F.dx. ഓക്കെ, ഇനി റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്താ അല്ലെങ്കിൽ സ്പ്രിംഗ് ഫോഴ്സ് എന്താ? kx അല്ലേ? നമുക്കറിയില്ലേ റീസ്റ്റോറിംഗ് ഫോഴ്സ് kx ആണെന്ന് അറിയില്ലേ? സോ ഇവിടുത്തെ ഫോഴ്സ് എന്താണ്? റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. സോ നമ്മൾ kx എന്നുള്ള ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ വർക്ക് = 0 to x kx dx. k കോൺസ്റ്റന്റ് അല്ലേ? ഇന്റഗ്രലിനെ പുറത്തോട്ട് എടുത്തോളാം. k 0 to x x.dx. ഇനി ഇന്റഗ്രൽ x raised to n കാണുന്നു. ഇന്റഗ്രൽ x raised to n dx എന്താ? x raised to n plus 1 by n plus 1. ഓക്കെ ആണോ? ഇവിടെ എന്താണ്? x raised to 1 അല്ലേ? x raised to 1 dx അല്ലേ നമ്മുടെ കേസിൽ? സോ x raised to 1 plus 1 by 1 plus 1 equal to x square by 2. ഇതല്ലേ നമ്മളിവിടെ x raised to x.dx ന്റെ ഇന്റഗ്രൽ x.dx ന്റെ ഇന്റഗ്രൽ. ഓക്കെ, സോ വർക്ക് k into x square by 2 0 to x. ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കാം. വർക്ക് k into x square by 2 minus 0 അല്ലേ? അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുത്തു. ദാറ്റ് ഈസ് വർക്ക് half kx square അല്ലേ? വർക്ക് half kx square അല്ലേ? ഈ വർക്ക് ആണ് എന്ത്? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന സ്പ്രിങ്ങിന്. സോ വർക്ക് half kx square. This work is stored as potential energy in spring. That is work potential energy. Therefore potential energy half kx square. So potential energy of a spring എന്താണ്? half kx square. എല്ലാവർക്കും ക്ലിയർ ആയി വിചാരിക്കുന്നു. താങ്ക് യു.